5 ദിവസങ്ങൾ നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കോട്ടയത്തേക്കുള്ള ഒരു KSRTC ബസ്സിൽ നിന്ന് കായംകുളം MSM കോളേജിലെ വിദ്യാർത്ഥിയായ നിഖിൽ തോമസ് പോലീസിന്റെ പിടിയിലായി. പിന്നീട് ചോദ്യം ചെയ്യലുകൾ, തെളിവെടുപ്പുകൾ തുടങ്ങിയ ചടങ്ങുകൾ നടന്നുവരുന്നു. ഇതിനിടയിലാണ് നിഖിൽ തോമസ് തനിക്ക് കലിംഗ യൂണിവേഴ്സിറ്റിയുടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു കൊടുത്തുള്ള ആളെക്കുറിച്ച് വിവരങ്ങൾ പോലീസിന് കൈമാറിയത്. SFI കായംകുളം ഏരിയ കമ്മിറ്റി മുൻ പ്രസിഡന്റ് അബിൻ തോമസ് എന്ന ആളുടെ പേരാണ് നിഖിൽ പോലീസിന് കൈമാറിയത്. കൊച്ചിയിലെ സ്വകാര്യ റിക്രൂട്ട്മെന്റ് ഏജൻസിയായ ഒറിയോൺ ഏജൻസി വഴി 2 ലക്ഷം രൂപയ്ക്കാണ് തനിക്ക് കലിംഗ സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു തന്നതെന്നാണ് നിഖിൽ പോലീസിനെ അറിയിച്ചത്. നിഖിൽ തോമസ് MCOM ക്ലാസ്സിൽ കയറിയപ്പോൾ തന്നെ അധ്യാപികയായ സ്വപ്നയ്ക്ക് സംശയം തോന്നിയതാണ് ഇത്രയും വിവാദങ്ങൾക്ക് കാരണമായി മാറിയത്. അബിൻ സി രാജിനെ തിരികെ കൊണ്ടുവരാനും തുടർന്ന് അന്വേഷണം മുന്നോട്ടു പോകുന്നതിനുമായി ഇപ്പോൾ മാലിദ്വീപ്സിൽ ജോലി നോക്കുന്ന അബിനു വേണ്ടി ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കിയതായുള്ള വാർത്തകളും വരുന്നുണ്ട്. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്നതിനായി നിഖിൽ തോമസിന് വേണ്ടി വന്ന സാമ്പത്തിക ചിലവ് 2 ലക്ഷം രൂപയാണ്. അത് അബിന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്കാണ് നിഖിൽ നൽകിയത്. വളരെ വലിയൊരു അന്വേഷണം ആവശ്യമായി വരുന്ന ഒരു മേഖലയായി ഈ സംഭവത്തെ കാണാൻ കഴിയും. കലിംഗ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ ഇല്ലാത്ത ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഇത്തരം ആളുകളിലൂടെ നിരവധി പഠിക്കാത്ത വിദ്യാർത്ഥികളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നത് ഭീകരമായ ഒരു അവസ്ഥയാണ് പുറത്തേക്കേണ്ടത്. അബിൻ സി രാജ് എന്ന യുവാവ് SFI കായംകുളം ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ഇത്തരത്തിലൊരു തിരിമറി നടന്നതെന്നതും ചിന്തിക്കേണ്ടതാണ്. അബിന്റെ ചുറ്റുപാടുകളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ പാർട്ടി വീണ്ടും വെട്ടിലാകാനാണ് സാധ്യത. പാരമ്പര്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ എന്ന് മാത്രമല്ല, ഒരു കാലത്ത് കായംകുളത്ത് കണ്ടല്ലൂർ മേഖലയിൽ പാർട്ടിയെ വളർത്താൻ സമരങ്ങൾ നയിച്ച പാർട്ടി നേതാവിന്റെ കുടുംബത്തിലേക്കാണ് അന്വേഷണം എത്തിപ്പെടുന്നത്. രാഷ്ട്രീയ പശ്ചാത്തലം കൊണ്ട് തന്നെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും ഒക്കെ ഭാരവാഹി സ്ഥാനത്തേക്ക് എത്താനും അബിൻ സി രാജിന് വേഗം കഴിഞ്ഞു. പക്ഷേ ഇത്തരത്തിലൊരു വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് എത്ര പേർക്ക് ഈ സ്വാധീനം ഉപയോഗിച്ച് നൽകി അവരെ വഞ്ചിച്ചു എന്നതും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടത് ഒരു തലമുറയുടെ തന്നെ ധാർമ്മികതയാണ്. ഇത് മാത്രമല്ല, ചില സ്വകാര്യ ട്യൂഷൻ സെന്ററുകളും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ഇരിക്കുക പോലും വേണ്ടാതെ സാമ്പത്തികമുണ്ടെങ്കിൽ പേപ്പർ ഒന്നിന് അവർ ആവശ്യപ്പെടുന്ന പണം നൽകിയാൽ പരീക്ഷ എഴുതാനും ആളും ഇത്തരം സ്ഥാപനങ്ങളിൽ ഒപ്പിച്ചു കൊടുക്കും. ഇതൊക്കെയാണ് വിദ്യാഭ്യാസത്തിലും സാക്ഷരതയും മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ നടക്കുന്നത് എന്ന് കേട്ടാൽ ഞെട്ടാതിരിക്കാൻ കഴിയില്ല. ഇതൊക്കെ തന്നെ ആയാലും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിക്കണം. അത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കൂടി ഉതകുന്ന രീതിയിലാകണം അന്വേഷണം. നിഖിൽ തോമസ് പണം നൽകി തനിക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കാൻ അബിനോട് ആവശ്യപ്പെടുകയായിരുന്നു. ആ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് MSM കോളേജിനെയും കേരള സർവകലാശാലയും കബളിപ്പിക്കുന്ന തെറ്റാണ് നിഖിൽ തോമസ് ചെയ്തതെങ്കിൽ ഇങ്ങനെ പണം വാങ്ങിക്കൊണ്ട് വ്യാജരേഖ നിർമ്മിക്കുക എന്ന കുറ്റമാണ് അബിൻ സി രാജ് ചെയ്തത്. അതിനോടൊപ്പം ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുന്നതിനായി വാങ്ങിയ പണം അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കൊടുത്തത് എന്നാണ് നിഖിലിന്റെ മൊഴി. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തതിന് കുടുംബത്തിന്റെ പരോക്ഷമായ പ്രേരണ കൂടി ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടി വരും. സ്വന്തം മകളെ വിദ്യാഭ്യാസത്തിനായി പറഞ്ഞു വിടുമ്പോൾ ഭരണത്തിലിരിക്കുന്ന സർക്കാരിന്റെ പിണയാളുകൾ പ്രലോഭനവുമായി പിന്നാലെ തന്നെ ഉണ്ടാകും. പഠനം പൂർത്തിയാക്കാതെ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുമെന്ന് കേൾക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി പണം മുടക്കുന്ന രക്ഷിതാക്കളും ഓർക്കണം. ഇതൊക്കെ ഇനി പിടിക്കപ്പെടും. രാഷ്ട്രീയത്തിന്റെ ആവരണം എത്ര മൂടിയാലും അതൊക്കെ പുറത്തു വരുമെന്ന് ചിന്തിക്കണം.